ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയോ? ഇന്നലെ PSC സിലബസും എക്സാമിൻ്റെ ഡേറ്റും പ്രഖ്യാപിച്ചുവല്ലോ. ഇന്നലെ ഫെബ്രുവരി 21. ഇനി മെയ് 21-നാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. കൃത്യം 3 മാസത്തെ ടൈമുണ്ട്. അതായത് 90 ദിവസത്തെ ഡേ ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഇന്നലെ പഠിക്കാൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് 89 ദിവസം, ഇന്നത്തെയും കൂട്ടി നമുക്ക് 89 ദിവസമാണ് മുമ്പിലുള്ളത്. ഞാൻ ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടി ഇന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി തന്നെ ഞാൻ ആദ്യമായി ഇന്ന് എടുത്തിരിക്കുന്നത് തന്നെ കേരളത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. കേരളം, യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, മാർത്താണ്ഡവർമ്മ വരെ പഠിക്കണം എന്നാണ് ഇന്നെൻ്റെ ഉദ്ദേശം. യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, മാർത്താണ്ഡവർമ്മ, ഫെബ്രുവരി CA ഇത്ര നോക്കണം എന്നാണ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. എവിടം വരെ നടക്കും എന്നത് എനിക്കറിയില്ല. ഞാൻ എത്രയൊക്കെ പഠിക്കാനുണ്ട് എന്ന് ഏകദേശം ടെക്സ്റ്റ് പേജൊക്കെ മറിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിങ് പോലെ ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് പഠിക്കാൻ എടുത്താൽ അത് നമുക്ക് ഒരു മടുപ്പ് വരും. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് മാർത്താണ്ഡവർമ്മ വരെയുള്ള ആ കേരള ചരിത്രം, മാർത്താണ്ഡവർമ്മ നോക്കണം എന്നുണ്ട്. അത്രയാണ് ഇന്നെടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി LDC എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. പക്ഷേ വലിയ മാർക്ക് എനിക്ക് LDക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് കാലങ്ങളായി പഠിക്കുന്നുണ്ടെങ്കിൽ പോലും LDക്ക് കുറവ് എന്ന് പറയാനല്ല, എന്നാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ വലിയ മാർക്ക്, റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള അത്ര വലിയ മാർക്ക് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് റിവിഷൻ്റെ പ്രോപ്പറായ റിവിഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് OAക്ക് മാക്സിമം പഠിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ വീക്കായ ഏരിയ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് വളരെ വീക്കാണ്. വളരെ വീക്ക് എന്നല്ല, നല്ല വീക്കുണ്ടായ ഒരു ഏരിയ ആയിരുന്നു എൻ്റെ ഇംഗ്ലീഷ്. അവിടെ നിന്ന് കുറച്ച് ഇമ്പ്രൂവായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. പിന്നെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനൊന്നും പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ. വീട്ടിലെ അമ്മമാർക്ക് അത്യാവശ്യം കുട്ടികളുടെ തിരക്കും വീട്ടുജോലിയും ഒക്കെ ആയിട്ട് സമയം പോകും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ മകളുണ്ട്. പ്രൈമറി പഠിക്കുന്ന കുട്ടിയാണ്. അവൾ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാ ടൈമിലും എനിക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ പറ്റുന്ന ടൈമിൽ ഞാൻ പഠിച്ചു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ടൈമില്ല എന്ന് വെച്ച് നിന്നാൽ തീരെ പഠിക്കാനുണ്ടാവില്ല, അങ്ങനെ ഒരു സ്ഥിതിയാവും. അതുകൊണ്ട് കിട്ടുന്ന ടൈം മാക്സിമം ഉപയോഗിക്കുക എന്ന രീതിയിലാണ് പോകുന്നത്. ഈവനിങ് ടൈമിൽ നമുക്ക് ഒരുപാട് ജോലി ഉണ്ടാകും. വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ എനിക്കും അത്യാവശ്യം ജോലികളുള്ള ഒരു ടൈം തന്നെയാണ് ഈവനിങ്. അതിൽ തൈകൾക്ക് വെള്ളമടിക്കുക, ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരത്തെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് വൈകുന്നേരം തെങ്ങിനൊക്കെ വെള്ളമടിച്ചുകൊണ്ടും കുറച്ചിങ്ങനെ പ്രകൃതി ആസ്വദിച്ചൊക്കെയാണ് ഞാനിന്ന് വൈകുന്നേരം ചിലവഴിച്ചത്. വൈകുന്നേരത്തെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ചായയൊക്കെ കുടിച്ച് നൈറ്റ് കുറച്ചുകൂടി പഠിക്കണം. ഒരു 8 മണിക്ക് ശേഷം പഠിക്കാനിരിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ കുറേ ലേറ്റായിട്ട് പഠിക്കാനിരിക്കാൻ പറ്റില്ല. എനിക്ക് ഉറക്കം കഴിഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല, സൈനസിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ഈ 10th പ്രിലിംസ് ഏകദേശം പാസ്സാവും എന്ന് ഉറപ്പുള്ള എല്ലാവരും പഠിക്കാനിരിക്കുക. കാരണം വെച്ചാൽ ഇനി റിസൾട്ട് വരാൻ വേണ്ടി കാത്തു നിന്നാൽ കുറച്ച് ടൈമേ ഉള്ളൂ. ഇപ്പം തന്നെ 89 ഡേ 89 ഡേ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഇനി റിസൾട്ട് വന്നിട്ടാകുമ്പം ഡേ കുറേ കുറഞ്ഞു വരും. അപ്പം നമുക്ക് ആകെ ഒരു വെപ്രാളമായിരിക്കും. അതിന് നിൽക്കാണ്ട് മുമ്പേ തന്നെ പഠിക്കാൻ നിൽക്കുക എന്നതാണ് ബുദ്ധിപൂർവമായ തീരുമാനം. അങ്ങനെ ഫസ്റ്റിൽ തുടങ്ങുന്നവർക്ക് വലിയ തലച്ചോടില്ലാണ്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടി വരും. കോമ്പറ്റീഷൻ നല്ല കൂടുതലുള്ള ഒരു മേഖലയാണിത്. സ്റ്റേറ്റ് ലെവൽ എക്സാം കൂടിയാണിത്. എല്ലാവരും കോമ്പറ്റീഷൻ അറിഞ്ഞ് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് പോർഷനിലാണ് കൂടുതൽ മാർക്കുള്ളത് അവ നോക്കി തന്നെ പഠിക്കാനിരിക്കുക. ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങാത്തവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക.
പുതിയ കുട്ടികളാണെങ്കിൽ, പുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ സീരിയസ് ആയി ഇരുന്ന് പഠിക്കുക. അത്ര ഇമ്പോർട്ടൻ്റായ ഒരു പരീക്ഷ കൂടിയാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാനിരിക്കുക. 6 റാങ്കിലേക്ക് എത്താൻ ശ്രമിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. നമുക്ക് നന്നായി പരിശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.